ഹലോ ഗായ്സ്, വളരെ സന്തോഷത്തോടുള്ള ഒരു നിമിഷം. വളരെ സന്തോഷമാണ് ആക്ച്വലി. നല്ല ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇന്നലെ ഇട്ട വീഡിയോ വേറെ ആരെങ്കിലും എത്തിയിട്ടില്ല. ഈ ആള് റിസൈൻ ചെയ്ത് പോയാലും അടുത്ത് വരാൻ പോകുന്ന ആള് ബി ജെ പിയിലുള്ള ആള് അയാള് ഒരു പഠിപ്പും വിവരം ഇല്ലാത്തവനാണ് അടുത്ത് വീണ്ടും ആരാവാൻ പോകുന്നത്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആകാൻ പോകുന്നത്. പിന്നെ ഈ ഒരു കാരണം അവർക്കൊരു പേടി കാണും. ഇനി നമുക്ക് പഴയതുപോലെ പരീക്ഷ ശരിയാവത്തില്ല, പിള്ളേരൊക്കെ ഇളവിയെന്നൊരു പേടി എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരിക്കും അവരുടെ മനസ്സിൽ. എന്നാലും ഞാൻ പറയാം, വീണ്ടും ബി ജെ പിയിലുള്ള ഒരാളാണ് വന്ന് കയറാൻ പോകുന്നത്. ഇത് അപ്പോൾ നോക്കിക്കുക. ഇനി അവർക്ക് പേടിയെ കാണും. എന്നാലും ഞാൻ പറയാം, ഇതിൻ്റെ ഈ സിസ്റ്റമാണ് മാറേണ്ടത്. അതാണ് എനിക്ക് ആഗ്രഹം. കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് മാറിയാലേ പല കാര്യങ്ങളും മാറത്തുള്ളൂ. അവരെ ഈ മതത്തെ തലയെ കുത്തിവെച്ചിട്ടുള്ള പ്രവർത്തനം, ഹിന്ദുവിനുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നും കമ്മ്യൂണിസവും കോൺഗ്രസും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമുള്ള പാർട്ടിയാണെന്ന് പറയുന്ന ഒരു ചിന്താഗതിയൊക്കെ അവരുടെ തലയിലുണ്ട്. ഹിന്ദുയിസം നിറഞ്ഞതാണ്. അതൊക്കെയാണ് പ്രശ്നം. അല്ലാതെ എനിക്ക് ബി ജെ പി ആയിട്ട് ഒരു പ്രശ്നവുമില്ല. ബി ജെ പി വന്നതിന് ശേഷം ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് നാട്ടിൽ. 10 വർഷം കൊണ്ട് പല കാര്യങ്ങളിലും ഡെവലപ്മെൻ്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ പലപ്പോഴായിട്ടും മതം എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ കുത്തി വെച്ചിട്ടുള്ളതാണ് ബി ജെ പി. അതുകൊണ്ട് എനിക്ക് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരത് ഒഴിച്ചു കഴിഞ്ഞാൽ അവർ പൊളിയാണ്, സത്യം. ഓക്കെ, എനിവേ, ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. നമ്മുടെ നാട് പണ്ടത്തെ പോലെ ഒരു സെറ്റ് ആവട്ടെ. ഓക്കെ, എല്ലാവർക്കും പണമുള്ളവനും പണമില്ലാത്തവനും ജീവിക്കണം നമ്മുടെ നാട്ടിൽ. അങ്ങനത്തെ ഒരു സിസ്റ്റം ആവട്ടെ.